അഹമ്മദാബാദിൽ 260 പേരുടെ മരണത്തിന് കാരണമായ എയർ ഇന്ത്യ വിമാന ദുരന്തത്തിന് കാരണം ക്യാപ്റ്റൻ സുമീത് സബർവാൾ ഇന്ധന സ്വിച്ച് ഓഫാക്കിയതിനാലാണ് എന്ന വാൾ സ്ട്രീറ്റ് ജേണലിന്റെ റിപ്പോർട്ട് വലിയ വിവാദങ്ങൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. അമ്മ മരിച്ച ദുഃഖം താങ്ങാനാവാതെ ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയാണ് ക്യാപ്റ്റൻ സുമീത് സബർവാൾ വിമാനത്തിന്റെ ഫ്യൂവൽ സ്വിച്ച് ഓഫ് ചെയ്തത് എന്നാണ് ഇപ്പോൾ ചില മാധ്യമങ്ങളുടെ കണ്ടുപിടുത്തം. മലയാളത്തിലെ തന്നെ ചില പ്രമുഖമായ ഓൺലൈൻ മാധ്യമങ്ങളും ഇത്തരത്തിൽ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം വാർത്തകൾ എന്ന് മനസ്സിലാകുന്നില്ല. ആരാണ് ക്യാപ്റ്റൻ സുമീത് സബർവാൾ എന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. അഹമ്മദാബാദ് രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ലണ്ടനിലേക്ക് പറന്നുയർന്ന് നിമിഷങ്ങൾക്കകം തീഗോളമായി മാറിയ എയർ ഇന്ത്യ 171 വിമാനത്തിന്റെ അമരക്കാരനായിരുന്നു സുമീത് സബർവാൾ. എയർ ഇന്ത്യയുടെ സീനിയർ പൈലറ്റായ സുമീത് സബർവാളിന് വിമാനം പറത്തുന്നതിൽ 30 വർഷത്തെ പ്രവൃത്തി പരിചയമുണ്ട്. 8200 മണിക്കൂർ കോക്പിറ്റിലിരുന്ന് വിമാനം പറത്തിയ അനുഭവ സമ്പത്തുള്ള വ്യക്തിയാണ് അദ്ദേഹം. പൈലറ്റുമാർക്ക് പരിശീലനം നൽകുന്ന ലൈൻ ട്രെയിനിങ് ക്യാപ്റ്റൻ കൂടിയാണ് സുമീത് സബർവാൾ. അഹമ്മദാബാദ് വിമാനാപകടത്തിന് ശേഷം അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ട പല വിവരങ്ങളും ചർച്ചാ വിഷയമായതാണ്, പ്രത്യേകിച്ച് പിതാവുമായുള്ള അടുപ്പവുമൊക്കെ. വയോധികനായ പിതാവിനൊപ്പം സമയം ചെലവഴിക്കാനായി ജോലി ഉപേക്ഷിക്കാൻ സുമീത്തിന് പദ്ധതിയുണ്ടായിരുന്നുവെന്നാണ് പുറത്തുവന്ന റിപ്പോർട്ടുകൾ. അച്ഛനെ പരിചരിക്കുന്നതിനായി വിവാഹം പോലും ഉപേക്ഷിച്ചയാളാണ് സുമീത് എന്നാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ സുമീത് സബർവാൾ വിവാഹം കഴിച്ചിരുന്നുവെന്നും പിന്നീട് വിവാഹമോചിതനായതാണെന്നും അദ്ദേഹത്തിന്റെ സുഹൃത്തു കൂടിയായ ക്യാപ്റ്റൻ ദിലീപ് ദസ്മൻ സാർ നമ്മുടെ ചാനലിൽ തന്നെ അഭിപ്രായപ്പെട്ടിരുന്നതാണ്. മുംബൈയിലെ ജൽവായു വിഹാറിൽ 82-കാരനായ പിതാവും ഒരുമിച്ചായിരുന്നു ക്യാപ്റ്റൻ സുമീത് സബർവാളിന്റെ താമസം. മുൻ DGCA ഉദ്യോഗസ്ഥനാണ് സുമീത് സബർവാളിന്റെ പിതാവ്. 2 വർഷം മുൻപാണ് സബർവാളിന്റെ അമ്മ മരിച്ചത്. സമയം കിട്ടുമ്പോഴെല്ലാം ജൽവായു വിഹാറിലെ ഫ്ളാറ്റിലുള്ള പിതാവിനെ കാണാൻ അദ്ദേഹം എത്താറുണ്ട്. വയോധികനായ പിതാവിനൊപ്പം സമയം ചെലവഴിക്കാനായി ജോലി ഉപേക്ഷിക്കുകയാണ് എന്ന് അദ്ദേഹം പിതാവിനോട് പറഞ്ഞിരുന്നുവെങ്കിലും പിതാവ് അതിനോട് യോജിച്ചില്ല. അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്ന് വിമാനം പുറപ്പെടുന്നതിന് തൊട്ടു മുൻപായി ക്യാപ്റ്റൻ അവസാനമായി വീട്ടിലേക്ക് വിളിച്ചിരുന്നു. ലണ്ടനിൽ ലാൻഡിംഗ് ചെയ്ത ശേഷം വിളിക്കാമെന്നാണ് പിതാവിനോട് അന്ന് പറഞ്ഞത്. ഇത് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. അങ്ങനെ പിതാവിനെ വിളിച്ചു പറഞ്ഞ ഒരാൾ എന്തിന് ആത്മഹത്യ ചെയ്യണം? പിന്നെ അമ്മ മരിച്ച ദുഃഖത്തിലാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് എങ്കിൽ കൂടി അതിന് 2 വർഷം കാത്തിരിക്കേണ്ടിയിരുന്നു എന്നതും പ്രസക്തമായ ചോദ്യമല്ലേ? ക്യാപ്റ്റൻ സുമീത്തിന് ചെറിയ മാനസിക പ്രശ്നം ഉണ്ടായിരുന്നു എന്നത് സത്യം തന്നെയാണ്. പക്ഷേ മറ്റുള്ളവർ കരുതുന്നത് പോലെയുള്ള മാനസിക പ്രശ്നം ഉണ്ടായിരുന്നില്ല താനും. വിവാഹബന്ധം വേർപെട്ടതിന് പിന്നാലെ ഉണ്ടായിരുന്ന ചെറിയ സമ്മർദ്ദം മാത്രം. ഇതേക്കുറിച്ച് കൃത്യമായി ക്യാപ്റ്റൻ ദിലീപ് ദസ്മൻ സാർ നമ്മളോട് പറഞ്ഞിരുന്നതാണ്. അത് കേൾക്കാത്തവർക്കായി ഞാൻ ഒരിക്കൽ കൂടി അത് കേൾപ്പിക്കുകയാണ്. 2006 ഞാൻ മുംബൈയിൽ പവായ് എന്ന സ്ഥലത്ത് ഈ സുമിത് സബർവാൾ താമസിക്കുന്ന ബിൽഡിങ്ങിലോട്ട് ഷിഫ്റ്റ് ചെയ്തത്. അതുവരെ അതിന് മുമ്പേ വേറൊരു സ്ഥലത്തായിരുന്നു. അപ്പം ഞാൻ ചെന്ന് താമസിച്ചത് അന്ന് എനിക്ക് കിട്ടിയ ഒരു ക്വാർട്ടേഴ്സ് അല്ല, ഒരു വീട് 9th ഫ്ലോറിലായിരുന്നു. അതേ ബിൽഡിങ്ങിലായിരുന്നു. അതേ 9th ഫ്ലോറിലാണ് സുമിത് സബർവാളും ഫാമിലിയും താമസിച്ചിരുന്നത്. അപ്പം സുമിത് സബർവാളിൻ്റെ അന്ന് അദ്ദേഹത്തിൻ്റെ പ്രായമുള്ള അപ്പനും അമ്മയും ഉണ്ടായിരുന്നു. അദ്ദേഹം ഒറ്റയ്ക്കായിരുന്നു. അദ്ദേഹം അതിനു മുമ്പ് കല്യാണം കഴിച്ച് പെട്ടെന്ന് സെപ്പറേറ്റഡായി. ഓക്കെ. അപ്പം അദ്ദേഹത്തിൻ്റെ അമ്മയും എൻ്റെ വൈഫും എപ്പോഴും ഞങ്ങളൊക്കെ ഫ്ലൈ ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് അവരൊറ്റയ്ക്കായിരിക്കും. അവർ അപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയും മീറ്റ് ചെയ്യുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, അദ്ദേഹത്തിന് കല്യാണം കഴിഞ്ഞു, പെട്ടെന്ന് ഡിവോഴ്സായി. അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിന് മാനസികമായ ഇത്തിരി പ്രശ്നങ്ങളുണ്ടായി. നമ്മൾ പറയുന്നത് 2006 ഈ സംഭവം നടക്കുന്നത്. ഓക്കെ. അപ്പം അത് കഴിഞ്ഞ് 20ഓളം വർഷങ്ങൾ കഴിഞ്ഞ് ഫ്ലൈ ചെയ്തുകൊണ്ടിരുന്ന 10800 മണിക്കൂർ ഫ്ലൈ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് പിന്നെ മാനസിക രോഗമുണ്ടെന്ന് പറയുകയാണെങ്കിൽ അതിന് എനിക്ക് യോജിക്കാൻ പറ്റില്ല. എന്ന് മാത്രമല്ല, അദ്ദേഹം ഒരു ചെക്ക് പൈലറ്റും കൂടെ ആണ് എയർ ഇന്ത്യയിൽ. ഒരു മാനസികമായിട്ട് എന്തെങ്കിലും ഉള്ള ഒരാൾ കമ്പനി ചെക്ക് പൈലറ്റായിട്ട് വയ്ക്കുമെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? തീർച്ചയായും ഇല്ല. ഓക്കെ. പിന്നെ മാനസികമായിട്ടുള്ളൊരു വ്യക്തി ആണെന്ന് അറിയാമെങ്കിൽ അദ്ദേഹം ഫ്ലൈ പോലും ചെയ്യത്തില്ല. അപ്പോൾ അതൊരു ടോട്ടലി ഡിഫറെൻറ്റ് ഇതാണ്. പിന്നെ ഒരു കാര്യം കൂടി,
ഈ എയർക്രാഫ്റ്റ് ക്രാഷ് ചെയ്യാനാണ് അദ്ദേഹം പ്ലാൻ ചെയ്തതെങ്കിൽ പിന്നെ എന്തിനാണ് ഈ 2 എഞ്ചിനും റീലേറ്റ് ചെയ്യുന്നത്? അപ്പം അത് പിന്നെ കോപ്പൈലറ്റാണ് ആ എഞ്ചിൻ രണ്ടും റീലേറ്റ് ചെയ്തതെങ്കിൽ അദ്ദേഹത്തിന് അത് വീണ്ടും സ്വിച്ച് ഓഫ് ചെയ്യാമായിരുന്നല്ലോ. അപ്പോൾ അദ്ദേഹം അതും പോലും അത് ചെയ്തില്ല. അപ്പം അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകാം ഈ പൈലറ്റ്സ് രണ്ടുപേരും ഈ എയർക്രാഫ്റ്റിനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താനാണ് ശ്രമിച്ചത്. അപ്പം ഈ പറയുന്ന റിപ്പോർട്ട് കംപ്ലീറ്റ് ആയിട്ട് റോങ് ആയിട്ടെന്ന് എനിക്ക് തോന്നുന്നുള്ളൂ. ക്യാപ്റ്റൻ ദിലീപ് ദസ്മൻ സാറിന്റെ വാക്കുകളിൽ നിന്ന് കൃത്യമായി നമുക്ക് വായിച്ചെടുക്കാം ക്യാപ്റ്റൻ സുമീത് സബർവാളിന് യാതൊരുവിധ മാനസിക പ്രശ്നവും ഇല്ല എന്ന്. അമ്മ മരിച്ച് 2 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഈ 2 വർഷ കാലാവധിക്ക് ഇടയിൽ തന്നെ നിരവധി തവണ അദ്ദേഹം വിമാനങ്ങൾ പറത്തിയിട്ടുണ്ട്. അന്നൊന്നും തോന്നാത്ത ആത്മഹത്യാ പ്രവണത ഇപ്പോൾ മാത്രം തോന്നിയത് എന്തുകൊണ്ടാണ്? അതേസമയം കഴിഞ്ഞ ആഴ്ച പുറത്തിറക്കിയ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ വിമാനത്തിലെ 2 ഇന്ധന നിയന്ത്രണ സ്വിച്ചുകളും പറന്നുയർന്നതിന് ശേഷം റൺ മോഡിൽ നിന്ന് കട്ട് ഓഫ് മോഡിലേക്ക് മാറ്റിയതായി പറഞ്ഞുകൊണ്ട് 2 പൈലറ്റുമാർ തമ്മിലുള്ള കോക്പിറ്റ് സംഭാഷണം വെളിപ്പെടുത്തിയിരുന്നു. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇന്ധനം നിർത്തിയത് എന്ന് ഒരു പൈലറ്റ് ചോദിച്ചു. മറ്റൊരാൾ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് മറുപടി നൽകിയെന്നും AAIB റിപ്പോർട്ട് പറയുന്നു. എന്നാൽ ചോദ്യം ഉന്നയിച്ചതും മറുപടി പറഞ്ഞതും ഏത് പൈലറ്റാണ് എന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടില്ല. എഞ്ചിനുകളിലേക്കുള്ള ഇന്ധനം നിർത്തിയത് മനഃപൂർവ്വമാണോ ആകസ്മികമാണോ എന്നും റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടില്ല. എന്നാൽ ബുധനാഴ്ച പ്രസിദ്ധീകരിച്ച എയർ ഇന്ത്യ വിമാനാപകടത്തിന്റെ വിശദാംശങ്ങളുള്ള വാൾ സ്ട്രീറ്റ് ജേണൽ ലേഖനത്തിൽ വിമാനത്തിന്റെ 2 പൈലറ്റുമാർ തമ്മിലുള്ള സംഭാഷണത്തിന്റെ ഒരു ബ്ലാക്ക് ബോക്സ് റെക്കോർഡിംഗ് സൂചിപ്പിക്കുന്നത് വിമാനത്തിന്റെ 2 എഞ്ചിനുകളിലേക്കും ഇന്ധനം ഒഴുകുന്നത് നിയന്ത്രിക്കുന്ന സ്വിച്ചുകൾ ഓഫ് ചെയ്തത് ക്യാപ്റ്റനാണ് എന്നാണ്. ഇക്കാര്യം US ഉദ്യോഗസ്ഥരുമായി പരിചയമുള്ള വൃത്തങ്ങൾ പറയുന്നുവെന്നും ലേഖനത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. വാൾ സ്ട്രീറ്റ് ജേണലിന്റെ പുതിയ ലേഖനത്തെ അപലപിച്ച് പൈലറ്റുമാരുടെ സംഘടനയായ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ പൈലറ്റ്സ് കഴിഞ്ഞ ദിവസം രംഗത്ത് വരികയും ചെയ്തു. പൈലറ്റുമാരുടെ ഈ സംഭാഷണം തെറ്റിദ്ധാരണയുടെ പുറത്താണ് എന്ന് ക്യാപ്റ്റൻ ദിലീപ് ദസ്മൻ സാർ തന്നെ കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ട്. ആ ഭാഗം ഒരിക്കൽ കൂടി ഞങ്ങൾ പ്രേക്ഷകർക്കായി കാണിക്കുകയാണ്. അപ്പം ഈ ഒരു ഇൻസിഡന്റ് ഇതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ കോ പൈലറ്റിന് ഫ്ലൈയിങ് കൊടുത്തു. ടേക്ക് ഓഫ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുത്തു. ഞാനൊരു പൈലറ്റ് ആയതുകൊണ്ട് എനിക്കറിയാം ചില പൈലറ്റ്സുമാരൊന്നും കോ പൈലറ്റിന് ഫ്ലൈ ചെയ്യാൻ കൊടുക്കില്ല. കാരണം അവർക്ക് കോൺഫിഡൻസ് കുറവാണ്. അവർക്ക് അവരിൽ തന്നെ കോൺഫിഡൻസ് കുറവുകൊണ്ടായിരിക്കും എൻ്റെ അഭിപ്രായത്തിൽ അവർ കോ പൈലറ്റ്സ് ഫ്ലൈയിങ് കൊടുക്കാത്തത്. കാരണം ഒരു കോൺഫിഡൻസ് ഉള്ള പൈലറ്റ് ആണെങ്കിൽ ഒരു കോ പൈലറ്റ് ഫ്ലൈയിങ് കൊടുത്തു, അദ്ദേഹം എന്തെങ്കിലും തെറ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ആ തെറ്റ് തിരുത്തി ആ എയർക്രാഫ്റ്റിനെ വീണ്ടും സ്റ്റഡിയാക്കി ഫ്ലൈ ചെയ്ത് കൊണ്ടുപോകാനുള്ള കഴിവുണ്ടെന്നുള്ള ഒരു മനോധൈര്യം എനിക്കുണ്ടാകണം. എന്നാൽ മാത്രമേ ഞാൻ എൻ്റെ കോ പൈലറ്റ്സിന് ഫ്ലൈയിങ് കൊടുക്കുകയുള്ളൂ. അപ്പോൾ ഇദ്ദേഹം ആ കോ പൈലറ്റിന് ഫ്ലൈയിങ് കൊടുത്തു. അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ് ആണ് കാണിക്കുന്നത്. ഈ പൈലറ്റ് എന്തെങ്കിലും തെറ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് അത് കൺട്രോൾ ചെയ്യും. അപ്പം നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ചെക്ക് പൈലറ്റും കൂടെയാണ് അദ്ദേഹം. ഇനി നമ്മൾ ആലോചിക്കേണ്ടത് ഈ ഫ്ലൈറ്റ് ഒരു 3 സെക്കൻഡ് കഴിഞ്ഞ് ടേക്ക് ഓഫ് ചെയ്ത് 3 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ആസ് പെർ ഞാൻ ഈ റിപ്പോർട്ടിൻ്റെ ഇതിലാണ് ഞാൻ സംസാരിക്കുന്നത്. ടേക്ക് ഓഫ് ചെയ്ത് 3 സെക്കൻഡ് കഴിഞ്ഞപ്പോഴത്തേക്ക് 2 ഫ്യൂവൽ കൺട്രോൾ സ്വിച്ച് ആണോ വാൽവ് ആണോ എന്നുള്ള കാര്യത്തിൽ നമുക്കില്ല. 2 എഞ്ചിനും ഷട്ട് ഡൗൺ ആകുന്നു. അപ്പോൾ അത് അപ്രോക്സിമേറ്റ്ലി ഒരു 150 ഫീറ്റ് 3 സെക്കൻഡ് ആകുമ്പോൾ അപ്രോക്സിമേറ്റ്ലി 100 to 150 ഫീറ്റ് ഹൈറ്റിലാണ് ഇത് പോകുന്നത്. അതൊന്നും ഈ ഇതിന് ഇൻഫോർമേഷൻ ഇല്ല. അതാണ് നേരത്തെ പറഞ്ഞ കണക്ക് ഇതൊരു റോഡ് ആക്സിഡൻറ്റ് റിപ്പോർട്ടാണോ ഫ്ലൈറ്റ് ആക്സിഡൻറ്റ് റിപ്പോർട്ടാണോ എന്ന് പറയാം. കാരണം ഒരു 3 ഡയമെൻഷണൽ ടേക്ക് ഓഫ് ക്ലെയിം ചെയ്യുന്ന സമയത്ത് ഹൈറ്റിൻ്റെ ഇത് ചെയ്യാത്ത ഒരു റിപ്പോർട്ടിന് ഒരു വാല്യൂ ഇല്ലെന്നാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. അപ്പം ഏത് ഹൈറ്റ് ആണെന്നുള്ളത് എനിക്ക് അപ്രോക്സിമേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് പറയാൻ പറ്റും. ഒരു 100 to 150 ഫീറ്റ് ആയ സമയത്താണ് ഇവർ ഈ 2 എഞ്ചിനും സ്പൂൾ ഡൗൺ ചെയ്ത് താഴോട്ട് വന്നത്. അപ്പോൾ ആ സമയത്ത് കോ പൈലറ്റ് ഫ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ ക്യാപ്റ്റൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, നല്ല എക്സ്പീരിയൻസ് ഉള്ള ക്യാപ്റ്റനാണ്, നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് 2 എഞ്ചിനും താഴോട്ട് ഈ ക്രിട്ടിക്കൽ ഹൈറ്റിൽ ഫെയിലായിട്ട് ആദ്യം നമ്മളെ സൗണ്ടിലാണ് ഇത് അറിയുന്നത്. എഞ്ചിൻ്റെ സൗണ്ട് വൈൻഡ് ഡൗൺ ചെയ്യും. അപ്പോൾ പൈലറ്റ് പെട്ടെന്ന് കോ പൈലറ്റ് ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പൈലറ്റ് പെട്ടെന്ന് എഞ്ചിനിലോട്ട് നോക്കുമ്പോൾ 2 എഞ്ചിനും താഴോട്ട് വരുന്നു. അപ്പം ഞാനാണെങ്കിൽ പോലും ഫസ്റ്റ് റിയാക്ഷൻ ഇതാണ്, എൻ്റെ കൈ നേരെ ഫ്യൂൽ കൺട്രോൾ സ്വിച്ചിലോട്ട് പോകും. കാരണം എനിക്കറിയാം ഈ എഞ്ചിൻ റീലൈറ്റ് ചെയ്തിടണമെങ്കിൽ ഈ ഫ്യൂൽ കൺട്രോൾ സ്വിച്ച് ഞാൻ കട്ട് ഓഫ് ചെയ്യുകയും തിരിച്ചിടുകയും വേണം. അതാണ് നമ്മുടെ ഫസ്റ്റ് മെമ്മറി ഐറ്റം. ഇതൊരു ക്രിട്ടിക്കൽ സ്റ്റേജാണ്.
ഓക്കെ, അപ്പം ഇമാജിൻ ആ സമയത്ത് ക്യാപ്റ്റൻ സബർവാളിൻ്റെ കൈ പെട്ടെന്ന് ഇതിലോട്ട് പോകും. കാരണം അത് കട്ട് ഓഫ് ചെയ്ത് ഇത് ചെയ്യാം. കാരണം 2 എഞ്ചിൻ ഫെയിൽ ആയിട്ടൊരു ഒരു സമയമാണ്. ഇതേ സമയം നമ്മൾ കോ പൈലറ്റിൻ്റെ കാര്യം നോക്കുക. കോ പൈലറ്റ് ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് അദ്ദേഹം കാണുന്ന 2 എഞ്ചിനും കട്ട് ഓഫ് ആവുന്നു. അപ്പോൾ അദ്ദേഹത്തിന് തിരിഞ്ഞു നോക്കാൻ പറ്റത്തില്ല. കാരണം അദ്ദേഹത്തിന് മുമ്പിൽ നോക്കി എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്യണം. അപ്പോൾ പക്ഷേ അദ്ദേഹത്തിൻ്റെ പെരിഫറൽ വ്യൂവിൽ അദ്ദേഹം കാണുന്നു ക്യാപ്റ്റൻ്റെ കൈ എഞ്ചിൻ ഫ്യൂൽ സ്വിച്ചിലോട്ട്. അപ്പോൾ അദ്ദേഹം തിരിഞ്ഞു നോക്കാനും ചോദിക്കുന്നു, വൈ ഡിഡ് യു കട്ട് ഓഫ് എന്ന് ചോദിക്കും നാച്ചുറലായിട്ട്. കാരണം അദ്ദേഹം വിചാരിക്കുന്ന ക്യാപ്റ്റൻ ഇത് കട്ട് ഓഫ് ചെയ്ത്. പക്ഷേ ക്യാപ്റ്റൻ്റെ കൈ അതിലോട്ട് പോയത് അത് റീസൈക്കിൾ ചെയ്ത് എഞ്ചിൻ റീലൈറ്റ് ചെയ്യാൻ വേണ്ടി ആയിരിക്കണം. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നു. അപ്പോൾ ക്യാപ്റ്റൻ പറയുന്നു, നോ ഐ ഡിഡ്ന്റ് കട്ട് ഇറ്റ് ഓഫ്. പക്ഷേ അങ്ങനെ ഒരു ചലഞ്ച് കോപ്പൈലറ്റ് പറയുമ്പോൾ ക്യാപ്റ്റൻ ഒന്ന് നടക്കും. ഹേയ് വാട്ട് ഇസ് ദിസ്, ഐ വാസ് ട്രൈങ് ടു ഡു ദിസ്, വൈ ഈസ് ഹി ആസ്കിങ് മീ. അപ്പോൾ ഒരു ഡൗട്ട് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ക്യാപ്റ്റൻ ചിലപ്പോൾ കൈ തിരിച്ചെടുത്ത് കാണും. പിന്നെ പറയുന്നത് 10 സെക്കൻഡ് കഴിഞ്ഞിട്ട് അവർ അപ്പോൾ 2 പേരും മനസ്സിലായി 2 എഞ്ചിനും ഇത് ചെയ്തു. ഓക്കെ, നോ വി ഹാവ് ടു പുട്ട് ഈ ഫ്യൂൽ കൺട്രോൾ സ്വിച്ച് കട്ട് ഓഫ് ടു റൺ. ഓക്കെ, അവർ 2 ഫ്യൂൽ സ്വിച്ചും കട്ട് ഓഫ് ആൻഡ് റൺ ചെയ്തു. അതായിരിക്കണം ഇവിടെ സംഭവിച്ചത്. അതിനെ വളച്ചൊടിച്ച് ക്യാപ്റ്റൻ ഇത് കട്ട് ഓഫ് ചെയ്തു ചെയ്തു എന്ന് മനുഷ്യർക്ക് തോന്നിക്കുന്ന വിധത്തിൽ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ക്യാപ്റ്റൻ ആ ഫ്ലൈറ്റ് ക്രാഷ് ചെയ്യണമെങ്കിൽ ലോകത്ത് ആര് വിചാരിച്ചാലും പറ്റില്ല. പിന്നെ അവനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. കാരണം വെറുതെ ആ എയർക്രാഫ്റ്റിനെ പിടിച്ചൊന്ന് തിരിച്ചാൽ മതി. ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് ഈ എഞ്ചിനും ഇതും കട്ട് ഓഫ് ചെയ്യാനൊന്നും കാര്യമില്ല. ആ കൺട്രോൾ കോളം പിടിച്ചൊന്ന് തിരിച്ചു കഴിഞ്ഞാൽ അത് നേരെ തലമുത്തന്നെ മറിഞ്ഞ് അവിടെ താഴെ വീഴും. അപ്പം ഇങ്ങനെ ഒരു ഇത് പറയുന്നത് വിഡ്ഢിത്തരമാണ് എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അതിന് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് വളരെ വളരെ ദുരൂഹതയുണ്ടാകും. കാരണം ബോയിങ് കമ്പനിക്ക് സർവൈവ് ചെയ്യണമെങ്കിൽ ഈ ആക്സിഡൻറ്റ് നടന്നത് ഒരു 3rd റീസൺ, അതായത് കമ്പനിയുടെ പ്രശ്നമല്ല, എയർക്രാഫ്റ്റിൻ്റെ പ്രശ്നമല്ല എന്ന് കാണിച്ചാൽ മാത്രമേ മതിയാവുള്ളൂ. അതിനുവേണ്ടി അവർ പണം വാരിക്കോരി എറിയും. അവരെന്ത് വേണമെങ്കിലും ചെയ്യും. കാരണം അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ബോയിങ് കമ്പനി വിൽ ബിക്കം ഹിസ്റ്ററി. ക്യാപ്റ്റൻ ദിലീപ് ഡെസ്മണ്ട് സാർ ഈ പറഞ്ഞതുപോലെയാകാനാണ് കൂടുതലും സാധ്യത. ഇങ്ങനെയൊക്കെയാകാം കാര്യങ്ങൾ എന്നിരിക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് കൊല്ലപ്പെട്ട ക്യാപ്റ്റൻ സുമീതിനെതിരെ ഇങ്ങനെ വിമർശനം ഉയരുന്നത്? അന്വേഷണം നടക്കട്ടെ, സത്യം പുറത്തു വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.